മഹർഷി സ്വാമി ദയാനന്ദ സരസ്വതി ഭാഗം 2. ആര്യസമാജം ഉപദേശിക്കുന്ന 10 ദർശനങ്ങളുണ്ട്. സംക്ഷേപമായി അതൊന്ന് നോക്കാം. 1. എല്ലാ സത്യവിദ്യകളിൽ നിന്നും വിദ്യകളിൽ നിന്നും അറിയപ്പെടാൻ സാധിക്കുന്ന സകലതിൻ്റെയും ആദ്യ മൂലം പരമേശ്വരനാണ്. 2. ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, നിരാകാരനും സർവശക്തിമാനുമാണ്, ന്യായകാരിയും ദയാലുവുമാണ്, അജന്മാവാണ്, അനന്തനും നിർവികാരനുമാണ്, അനാദിയും അനുപമനുമാണ്, സർവാധാരവും സർവേശ്വരനുമാണ്, സർവവ്യാപകനും സർവ അന്തര്യാമിയുമാണ്, അജനും അമരനുമാണ്, അഭയനും നിത്യ പവിത്രനും സൃഷ്ടികർത്താവുമാണ്. ആ ഈശ്വരനെയാണ് ഉപാസിക്കേണ്ടത്. 3. വേദം എല്ലാ സത്യങ്ങളുടെയും വിദ്യകളുടെയും ഗ്രന്ഥമാണ്. വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നത് എല്ലാ ആര്യ ജനതയുടെയും പരമധർമ്മമാണ്. 3. സത്യം ഗ്രഹിക്കാനും അസത്യം ത്യജിക്കാനും നാം സർവദാ ഉദ്യതരായിരിക്കണം, ജാഗരൂകരായിരിക്കണം. 5. എല്ലാ പ്രവൃത്തികളിലും ധർമാനുസാരം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. അതായത് എല്ലാ സത്പ്രവൃത്തികളും ധർമാനുസരിച്ചായിരിക്കണം. സത്യം ഏതാണെന്നും അസത്യം എന്താണെന്നും വിവേചിച്ച് വേണം, നിരീക്ഷിച്ചിട്ട് വേണം കർമ്മരംഗത്തിൽ മുന്നോട്ട് പോകേണ്ടത്. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തെല്ലാമാണെന്ന് വിവേചനാശക്തി ഉണ്ടായിരിക്കണം. 6. ലോകത്തിന് ഉപകാരം ചെയ്യുക എന്നതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം, മുഖ്യ ലക്ഷ്യം. ശാരീരികവും ആത്മീയവും മാനസികവുമായ ഉന്നതി ആർജിക്കണം. താൻ ആരാണെന്നും ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നും അറിയണം. 7. എല്ലാവരോടും പ്രീതിപൂർവവും ധർമാനുസൃതവും യഥായോഗ്യമായി പെരുമാറേണ്ടതാണ്. നമ്മളുടെ പരസ്പര സഹകരണവും പെരുമാറ്റവും മൊഴിയും മിഴിയുമാണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം നിലനിർത്തുന്നത്. നമ്മുടെ ഭാഷയാണ് നമുക്ക് ശത്രുക്കളെയും മിത്രങ്ങളെയും സൃഷ്ടിക്കുന്നത്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഏത് സാഹചര്യത്തിലായാലും അതിൻ്റെ ദൂരവ്യാപകമായ ഫലവും കൂടി ചിന്തിച്ചിട്ട് വേണം ശബ്ദിക്കേണ്ടത്. 8. അവിദ്യയെ ഇല്ലാതാക്കുകയും
വിദ്യയെ പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാ ദദാതി വിനയം. വിനയാത് യാതി പാത്രതാം. പാത്രത്വാത് ധനം ആപ്നോതി. ധനാത് ധർമ്മം തതഃ സുഖം. വിദ്യ സുഖം നൽകുന്ന, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് സദ്വിദ്യകളാണ്. അവിദ്യയെ ഇല്ലാതാക്കുകയും വിദ്യയെ പരിപോഷിപ്പിക്കുകയാണ് വേണ്ടുന്നത്. അവിദ്യ മായയാണ്. നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കുന്നത് വിദ്യയാണ്, ആത്മജ്ഞാനമാണ്, പരമാത്മബോധമാണ്, സത്യാവധാരണമാണ്. 9. ഓരോരുത്തരും അവരവരുടെ ഉന്നതിയിൽ മാത്രം സന്തുഷ്ടരായാൽ പോരാ, പകരം എല്ലാവരുടെയും ഉന്നതിയിലാണ് തൻ്റെയും ഉന്നതി എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. ലോകമേ തറവാട്. എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ. അതിൽ നമ്മളും ഓരോരുത്തരും ഉൾപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ വ്യക്തിയുടെയും കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം? സമഷ്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം, സമൂഹത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടിയായിരിക്കണം, ലോകത്തിൻ്റെ പാവനമായ നിലനിൽപ്പിന് യോജിച്ചതായിരിക്കണം ഓരോരുത്തരുടെയും കർമ്മവും ചിന്തയും വിചാരവും വീക്ഷണവും. 10. എല്ലാ മനുഷ്യരും സാമാജിക നന്മയ്ക്കായി, സമത്വത്തിനായി പരിശ്രമിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും സർവഹിതകാരിയായിരിക്കണം. സകലർക്കും നന്മ ചെയ്യുക, എല്ലാവരുടെ ഹിതം, എല്ലാവരുടെ ഉന്നതി, ഉയർച്ച, ഉത്കർഷം, അതിനു വേണ്ടിയാണ് വർത്തിക്കേണ്ടത്. നിയമത്തിന് വിധേയരായി നിയമം പാലിക്കേണ്ടതാണ്. നിയമം സദാചാരമാണ് പഠിപ്പിക്കുന്നത്. ശ്രേഷ്ഠ വ്യക്തികളെല്ലാവരും ഏത് മാർഗം സ്വീകരിച്ചിട്ടാണോ മുന്നോട്ട് പോകുന്നത്, ആ പാതയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മഹാജനോ യേന ഗത സപന്ഥ. പൂർവികരായ മഹാപുരുഷന്മാർ, ഋഷിമാർ, തപസ്സികൾ, ജ്ഞാനികൾ, ഈശ്വരനെ സാക്ഷാത്കരിച്ചിട്ടുള്ളവർ ഏത് സന്മാർഗത്തിലൂടെയാണോ ചരിച്ചിരുന്നത്, ആ മാർഗം, ആ വഴി, ആ പന്ഥാവ് നാം ഓരോരുത്തരും പിന്തുടരട്ടെ. ആത്മഭാവങ്ങളെ ആര്യസമാജത്തിൻ്റെ ദാർശനികമായ ചിന്താധാരകളുടെ വളരെ വളരെ സംക്ഷിപ്തമായ സന്ദേശമാണ് ഈ 10 ഉപദേശങ്ങളിലൂടെ മഹർഷി സ്വാമി ദയാനന്ദ സരസ്വതി നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അല്പം ചില കാര്യങ്ങളൂടെ ഇന്നത്തെ സത്സംഗത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ് ഈശ്വരൻ? ആരാണ് ഈശ്വരൻ? ഈശ്വരനെ എവിടെയാണ് തേടേണ്ടത്?
ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സൂര്യചന്ദ്രാദികളെയും നക്ഷത്ര സമൂഹങ്ങളെയും ഭൂമണ്ഡലത്തിലെ സപ്തസാഗരങ്ങളെയും നദീനദങ്ങളെയും ഗിരിശൃംഗങ്ങളെയും സൃഷ്ടിച്ചത് ഈശ്വരനാണ്. പ്രപഞ്ച സൃഷ്ടികർത്താവാണ് ഈശ്വരൻ. ഇതൊന്നും മനുഷ്യ സൃഷ്ടിയല്ല. പ്രപഞ്ച സൃഷ്ടി അത്യാശ്ചര്യകരമാണ്. ഈശ്വരൻ ഒഴിച്ച് മറ്റൊരു ശക്തി ഇതിൻ്റെ പിന്നിലില്ല. ഭഗവാൻ സർവ്വവ്യാപിയായ അദൃശ്യനും അനന്തനും ആയിട്ടുള്ള ഈശ്വരനാണ്, ഭഗവാനാണ്, ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്, പ്രാണിവർഗത്തെ സൃഷ്ടിക്കുന്നതും. ഈശ്വരൻ സർവ്വവ്യാപിയാണ്. എല്ലാത്തിൻ്റെയും ഉള്ളിലും പുറമേയും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു. ഈശ്വരന് രൂപാകാരമില്ല, നിറമില്ല, മണമില്ല, അത് ദൃഷ്ടിഗോചരവുമല്ല. ഈശ്വരൻ ഉള്ളിലും പുറമേയും മുകളിലും താഴെയും ചുറ്റുപാടും അണുവിലും ബൃഹത്തിലും സ്ഥിതി ചെയ്യുന്നു. ഈശാവാസ്യം ഇദം സർവം എന്നാണല്ലോ ഉപനിഷത്ത് ഉദ്ഘോഷിക്കുന്നത്. ഈശ്വരൻ, ഭഗവാൻ, ദൈവം ഇപ്രകാരം എല്ലായിടവും നിറഞ്ഞിരിക്കുന്നു എന്ന സത്യം സദാ വിസ്മരിക്കുക, ഓർക്കുക, ചിന്തിക്കുക. ഒരു വ്യക്തി ഒരിക്കലും ഒരു തെറ്റും ഒരു തിന്മയും ചെയ്തു പോകരുത്. നന്മ മാത്രം ചെയ്ത് മുന്നോട്ട് പോകുക, നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം പ്രവർത്തിക്കുകയും പ്രവചിക്കുകയും ചെയ്യുക. അയാളിൽ ദുർവിചാരങ്ങൾ ഉണരുകയില്ല. യത് ഭാവം തദ്ഭവതി എന്നാണല്ലോ പ്രമാണവാക്യം. യാദൃശീ ഭാവന യസ്യ സിദ്ധിർഭവതി താദൃശി. ഓരോരുത്തരും ആയിത്തീരുന്നത് അയാളുടെ ഭാവനയ്ക്കനുസരിച്ചാണ്, സങ്കല്പത്തിനനുസരിച്ചാണ്. അയാളുടെ മനോവാക്കർമ്മങ്ങൾ നിത്യനിർമ്മലമായിരിക്കുന്നു. പരമേശ്വരൻ ലോകരാജാവാണ്. ഈ ബോധം ഉള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണം, അതായത് ഈശ്വരൻ ലോകരാജാവാണെന്നുള്ള ബോധം മനുഷ്യന് മാത്രമേ ഉള്ളൂ. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഈ ബോധമാണ്, ഈ അവധാരണയാണ്, ഈ ചിന്തയാണ്, ഈ വിചാരമാണ്. ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. കളവ് പറയുകയും കാട്ടുകയും അത്തരം വ്യക്തികൾ ചെയ്യുകയില്ല ഈശ്വരബോധമുള്ളവർ. ചതിയും വഞ്ചനയും ചെയ്യുകയില്ല ആത്മബോധമുള്ളവർ. മോഷണവും അപഹരണവും നടത്തുകയില്ല ഭഗവാനെ ഭജിക്കുന്നവർ. ദുർവിചാരങ്ങൾ മനസ്സിൽ ഉദിക്കുകയില്ല ഈശ്വര സങ്കല്പമുള്ളവർ. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മോപദേശമാണ് പരമേശ്വരൻ്റെ രക്ഷകരഹസ്യം. ഈശ്വരനാണ് സർവവും സകലതുമായിട്ട് എവിടെ നിറഞ്ഞ് പ്രകാശിക്കുന്നത്. അതുകൊണ്ട് യജുർവേദം ഇപ്രകാരം അനുശാസിക്കുന്നത് ശ്രദ്ധിച്ചാലും
ഈശാവാസ്യം ഇദം സർവം യത്കിഞ്ചത് ജഗത്യാ ജഗത്. ഈശാവാസ്യോപനിഷത്തിൻ്റെ പദമാണത്. അർത്ഥാത് ഈ ജഗത്തിലുള്ള സകലത്തിലും പരമേശ്വരൻ വ്യാപിച്ചിരിക്കുന്നു. ഈശ്വരൻ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് സകലത്തിലും വ്യാപിച്ചിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. സകലതും ഈശ്വരൻ അറിയുന്നു. സർവശക്തിമാനാണ് ഭഗവാൻ ഈശ്വരൻ. ഋഗ്വേദവും ഉപദേശിക്കുന്നത് ശ്രദ്ധിച്ചാലും യ ഏക ഇത്തമുഷ്ടഹി, യ ഏക ഇത് തമുഷ്ടഹി. തമുഷ്ടഹി വൈദിക പദമാണത്. ഒന്നുകൂടെ പറയാം. യ ഏക ഇത്തമുഷ്ടുഹി, അർത്ഥാത് അദ്വിതീയനായ ഈശ്വരനെ അല്ലയോ മനുഷ്യ, നീ സദാ പ്രസ്തുതിക്കുക, ഭജിക്കുക, കീർത്തിക്കുക, ചിന്തിക്കുക. ശ്വേതാശ്വതര ഉപനിഷത്തും ഇക്കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ. പരമേശ്വരനായ ഭഗവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് സകല പ്രാണിവർഗത്തിനുള്ളിലും വെളിയിലും പുറമേയും അന്തർഭാഗത്തും നിറഞ്ഞിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു. അത് സർവവ്യാപിയാണ്. സകല പ്രവൃത്തികളുടെയും ആത്മാവിനുള്ളിൽ വസിക്കുന്നു. നമ്മെ പ്രവർത്തിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മെ ചലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഏകമായ, അദ്വിതീയമായ, അദൃശ്യമായ ഈശ്വരനാണ്. ആത്മഭാവങ്ങളെ ശേഷം അടുത്ത സത്സംഗത്തിൽ നമുക്ക് മനനം ചെയ്യാം. സ്വസ്തി, ശുഭം ഭൂയാത്. സ്വസ്തി, മംഗളം ഭൂയാത്. സർവേഷാം സ്വസ്തിർഭവതു.